നമുക്കൊരു പുതിയൊരു ആക്ടിവിറ്റി ചെയ്യാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അക്വേറിയത്തിലെ ഒരു മീൻ മൂവ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യാമെന്നാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് ആദ്യമായി ഒരു ഫിഷിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു സ്പ്രൈറ്റ് ആയിട്ടാണ് ഫിഷിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഉള്ള സ്പ്രൈറ്റിനെ ഒഴിവാക്കി ഇവിടെ ചൂസ് സ്പ്രൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് എനിക്ക് ഫിഷ് എന്ന് പറയുന്ന ഒരു സ്പ്രൈറ്റ് ഉണ്ടോ നോക്കാം. അപ്പോൾ ഞാൻ ഫിഷിന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിഷിൻ്റെ സ്പ്രൈറ്റ് വരുന്നുണ്ട്. ഞാൻ ആ ഫിഷിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ആ ഫിഷിൻ്റെ സ്പ്രൈറ്റ് എത്തിയിട്ടുണ്ട്. ദെൻ എനിക്ക് ഇതിനൊരു അക്വേറിയത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റേജിൽ പോയി ഇവിടെ ചൂസ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു, ബാക്ക്ഡ്രോപ്പ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് എനിക്കൊരു അണ്ടർ വാട്ടർ വെള്ളത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത്. ഇപ്പോൾ അണ്ടർ വാട്ടർ 1 എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ വെള്ളത്തിൽ ഒരു മീൻ നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു മീനാണ്. ഇതിന് പിന്നെയും കോസ്റ്റ്യൂംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കോഡിന് തൊട്ട് കോസ്റ്റ്യൂംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിഷസിനെ നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫിഷ് തന്നെയാണ്. ഞാൻ തിരിച്ച് കോഡ് വിൻഡോയിലേക്ക് വരുന്നു. അപ്പോൾ ഇതിനൊന്ന് മൂവ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് അറിയാലോ, ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് സാധാരണ നമ്മൾ മൂവ് കോഡാണ് യൂസ് ചെയ്യാറ്. മൂവ് 10 സ്റ്റെപ്സ്. അപ്പോൾ അത് സ്പീഡ് കുറച്ച് കൂടുതലായിരിക്കും, മൂവ് 10 സ്റ്റെപ്സ്. അപ്പോൾ ഞാനതിന് പകരം ഒരു 5 സ്റ്റെപ്സ് കൊടുക്കുന്നു, മൂവ് 5 സ്റ്റെപ്സ്. ഓക്കെ, അപ്പോൾ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇതൊരു 5 സ്റ്റെപ്സ് മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് മൂവ് ചെയ്യാൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് കൺട്രോളിനകത്തുള്ള 4 hour എന്നൊരു കോഡാണ്. ഓക്കെ, കൺട്രോളിൽ 4 hour. അപ്പോൾ നമുക്ക് ഈ മൂവ് കോഡ് എടുത്ത് ഈ 4 hourനകത്ത് വെക്കാം. ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് മൂവ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഒന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ദെൻ ഫിഷിനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. ദെൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഫിഷ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അവിടെ പോയി തട്ടി തിരിച്ചു വരണം. ഈ ഇതിന് നമ്മൾ എഡ്ജ് എന്നാണ് പറയുക. ഈ വശങ്ങളെ നമ്മൾ എഡ്ജ് എന്ന് പറയും. ഈ ബാക്ക് ഡ്രോപ്പിൻ്റെ എഡ്ജിൽ തട്ടി തിരിച്ചു വരണം. ഇപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ മോഷനിൽ തന്നെ ഇഫ് ഓൺ എഡ്ജ് ബൗൺസ് എന്നൊരു കോഡുണ്ട്. ഇഫ് ഓൺ എഡ്ജ് ബൗൺസ് എന്ന കോഡ്, ഈ കോഡ് നമ്മൾ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തി വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, എഡ്ജിൽ തട്ടി എന്ത് ചെയ്യണം, ഇത് ബൗൺസ് ചെയ്ത് വരണം. നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ മൂവ് ചെയ്ത് അവിടെ പോയി തട്ടി തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, ഫിഷ് മൂവ് ചെയ്യുന്നു, തട്ടുന്നു, തിരിച്ചു വരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോൾ എന്താണ്, ഫിഷിൻ്റെ വ്യൂ നോക്കുക, നിങ്ങൾ തല തിരിഞ്ഞ പോലെയാണ് വരുന്നത് അല്ലേ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ശരിയാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഇവിടെ താഴെ ഡയറക്ഷൻ കാണാം. ഈ ഡയറക്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഡയറക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൾ അറൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഡു നോട്ട് റൊട്ടേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിനകത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫ്ലാഗ് ക്ലിക്ക് നോക്കാം. പക്ഷെ തട്ടുമ്പോൾ ഇപ്പം എന്ത് ചെയ്യുന്നില്ല, അത് തല തിരിഞ്ഞ് പോകുന്നില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ ഇതിങ്ങനെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീൻ ഒന്ന് ഇപ്പോൾ 2 വശങ്ങൾ പോയി തട്ടി വരാം. നമുക്കത് മുകളിലേക്ക് താഴേക്കൊക്കെ പോകുന്ന രീതിയിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഈ ഡയറക്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഇതിലേക്ക് കണ്ട ഒരു ഡയറക്ഷൻ ആംഗിൾ കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഫിഷിനൊന്ന് ചെരിച്ചു കൊടുക്കുകയാണ്. ഒന്ന് ഞാൻ ചെരിച്ചു കൊടുത്തു. ഇനി ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഒന്ന് പൊസിഷൻ മാറിയിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ മുകളിലേക്ക് പോയി തട്ടിയാൽ എന്ത് ചെയ്യും, അത് തിരിച്ച് വന്നുകൊണ്ടിരിക്കും. ഉണ്ടോ, അപ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ അക്വേറിയത്തിൽ ഒരു ഫിഷാണുള്ളത്. ഒന്നിൽ കൂടുതൽ ഫിഷുകൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു ഫിഷ് ആണെങ്കിൽ നമ്മളതിനെ വീണ്ടും സ്പ്രൈറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇവിടെ ഈ സ്പ്രൈറ്റ് ഏരിയയിൽ ഒരു ഫിഷ് എന്ന് കാണാം അല്ലേ, ഫിഷ് എന്ന് പേരും കൊടുത്തിട്ടുണ്ട്. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. കണ്ടോ, ഇപ്പോൾ 2 ഫിഷായി. ഓക്കെ, ഇപ്പോൾ ഈ 2 ഫിഷിൽ ഒരു ഫിഷിന് നമ്മൾ കോഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും നമ്മൾ ഒന്നാമത്തെ ഫിഷിന് എഴുതിയ കോഡൊക്കെ ആർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും, ഈ രണ്ടാമത്തെ ഫിഷ് 2നും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഫിഷ് 1 ഇതാണ്, ഫിഷ് 2 ഇതാണ്. ഓക്കെ, ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 2 ഫിഷുകൾ നമ്മുടെ അക്വേറിയത്തിലായി. ഇനി നമ്മളിതിനെ ഒന്നിൻ്റെ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഫിഷിൻ്റെ സ്പീഡ് കുറയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ മൂവിൽ പോയിട്ട് അതിൻ്റെ സ്പീഡ് നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ നമുക്കൊരു, ഇപ്പോൾ ഞാൻ 2 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഫിഷ് 2ൻ്റെ സ്പീഡ് 2 ആക്കിയിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പോൾ ഒരു ഫിഷ് സ്പീഡ് കുറഞ്ഞിട്ടും ഒരു ഫിഷ് സ്പീഡ് കൂടിയിട്ടും മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു ഫിഷിനെ നമുക്ക് സൈസ് കുറയ്ക്കണമെങ്കിലോ, അപ്പോൾ അതിൻ്റെ സൈസ് കുറയ്ക്കണമെങ്കിൽ ഇപ്പോൾ ഫിഷ് എന്നതിൻ്റെ സൈസ് കുറയ്ക്കണം. ഇവിടെ സൈസ് 100 ആണ്, ഞാനത് 50 എന്നാക്കി. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈസ് ചെറുതായി. അപ്പോൾ ഒരു അമ്മ മത്സ്യവും അതിൻ്റെ കുഞ്ഞും കൂടിയിട്ട് അക്വേറിയത്തിൽ പോകുന്ന പോലെയായി. നമുക്കതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റുകൾ എടുക്കണമെങ്കിൽ ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഓക്കെ, ഇപ്പോൾ 2 ഫിഷായി. അങ്ങനെ എത്ര ഫിഷുകൾ വേണമെങ്കിൽ നമുക്കിങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ കോഡിനും ഓരോ ഫിഷിനും കോഡ് എഴുതേണ്ടതില്ല. പക്ഷെ നമുക്ക് ഏതിനാണോ കോഡ് ചേഞ്ച് ചെയ്യുന്നത് അതിൻ്റെ കോഡായിരിക്കും മാറുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ കണ്ട ഫിഷുകൾ ഇതിൽ തന്നെ പലതരത്തിലുള്ള ഫിഷുകൾ നമ്മൾ കണ്ടല്ലോ അല്ലേ, അതെങ്ങനെയാക്കുന്നത് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ നമ്മളൊരു ഫിഷ് 4 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫിഷ് 4 സെലക്ട് ചെയ്ത ശേഷം ഇവിടെ കോഡ് കോസ്റ്റ്യൂം, ഈ കോസ്റ്റ്യൂം എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നമുക്ക് രണ്ടാമത്തെ ഫിഷിനെ സെലക്ട് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഫിഷ് ഈ ഒരു കോസ്റ്റ്യൂമിലായി മാറിയിട്ടുണ്ട്. വർക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പോൾ അക്കൂരത്തിൽ വേറൊരു ഫിഷായി. ഇനി അതുപോലെ തന്നെ അടുത്ത ഫിഷ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഫിഷ് 3 സെലക്ട് ചെയ്യുന്നു. ഇവിടെ അടുത്തൊരു ഫിഷിൻ്റെ കോസ്റ്റ്യൂം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അത് ആ കോസ്റ്റ്യൂം ആയിരിക്കും ആ ഫിഷിന് പേരുണ്ടാവുക. അതുപോലെ തന്നെ ഫിഷ് എന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ 4ാമത്തെ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അക്കൂരത്തിനകത്ത് കോഡ് വിൻഡോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ അക്കൂരത്തിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഫിഷുകളായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നല്ലൊരു അനിമേഷൻ തയ്യാറാക്കാൻ പറ്റും. ഇത് നമുക്ക് HTML ആയി സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കി നോക്കാം.